കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ മായമില്ലാത്ത കലർപ്പില്ലാത്ത നമ്മുടെ സ്പൈസസിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു കുഞ്ഞു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഒരു ചെറിയ കാര്യം, വലിയ കാര്യമൊന്നുമല്ല, എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്ന ഒരു 3-4 വർഷത്തോളമായി, 4 വരുന്നതേ ഉള്ളൂ. 4 വർഷമാകുന്നു. അതിൽ നിന്ന് ഒരു 4-5 മാസമായതേ ഉള്ളൂ ഞാൻ സ്പൈസിലേക്ക് കിടന്നത്. അങ്ങനെ ഇത്രയും ബ്രാൻഡ് ഐറ്റം സ്പൈസസ് ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ഏലക്ക മാത്രമാണ് കൊടുത്തത്. പിന്നീടാണ് ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്കുണ്ടായ ചില കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ വേദനിപ്പിച്ചെന്ന് ചോദിച്ചാൽ വേദനിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് അനുഭവപ്പെട്ട 1-2 കാര്യം പറയാം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ബഹുജനം പലവിധങ്ങളിൽ വളരെ ചുരുക്കം ചില ആൾക്കാർ, അതും ആരാണെന്നറിയാവോ? സാധാരണക്കാരല്ല. ഉയർന്ന തലത്തിൽ നിന്ന് അവർ ചിന്തിക്കുന്നവരായിരിക്കാം. ഉയർന്ന ജോലിയിൽ നിന്ന് റിട്ടയർ ആയവരോ അല്ലെ നല്ല ഏറ്റവും മികച്ച സാമ്പത്തിക സ്ഥിതി നിൽക്കുന്നവരോ അവർ ചോദിക്കും 50 ഗ്രാം എന്തെങ്കിലും ഇല്ല. ഈയിടെ കഴിഞ്ഞ ഒരു ദിവസം എന്നോട് ഒരാൾ 10 ഗ്രാം വീതം എനിക്കെല്ലാം അയച്ചു തരാൻ പറഞ്ഞു. ഞാനൊന്ന് പരീക്ഷിച്ചറിയാനാണ്. എനിക്ക് ശരിക്കത് വേദന തോന്നി. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞപ്പം തിരിച്ചവരാരാണെന്നും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അല്ലേ, എനിക്ക് ശരിക്കും അപ്പോഴുണ്ടായ എൻ്റെ മനസ്സിൽ തോന്നിയ വേദന കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്. അതായത് സാമ്പത്തികമായി ഭദ്രതയുള്ള അല്ലെങ്കിൽ ജോലിയിൽ ഉയർന്ന വരുമാനവും പെൻഷനും ഒക്കെ വാങ്ങുന്ന ഇവര് 10 ഗ്രാം വീതം ഈ സ്പൈസസ് വാങ്ങിച്ച് പരീക്ഷിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചിന്താഗതിയല്ലേ. ഒരു 10 ഗ്രാം എന്ന് പറഞ്ഞാൽ നോക്കിച്ച് നിങ്ങളെ ഞാൻ ഇത് കാണിക്കാം. ഈ ചുരുളംപട്ട ഒരെണ്ണം എടുത്താൽ ചിലപ്പോൾ പക്ഷേ 10 ഗ്രാമാണ്. ഞാൻ ഈ ഒരെണ്ണം വായിക്ക് ചെയ്യണം. 10 ഗ്രാം ഗ്രാമ്പു, 10 ഗ്രാം തക്കോലം. എന്നാ മനോഭാവം അല്ലേ? അതോ ഈ ലോകത്തുള്ള എല്ലാവരെയും സംശയിക്കുന്നത് കൊണ്ടാണോ എന്ന് വരുന്നില്ല. എന്നാൽ സാധാരണക്കാരായ ആൾക്കാർ, എല്ലാവരെയും അല്ല പറഞ്ഞത്, എല്ലാവരെയും അല്ല, എനിക്ക് ഒരുപാട് പേരെ ഞാൻ ഈ വീടിൽ പരിചയപ്പെടുന്നുണ്ട്. സാധാരണക്കാരായ ആൾക്കാർ എത്രയോ അന്തസ്സുള്ള പെരുമാറ്റം. ഇത് ഞങ്ങൾക്ക് ഇന്നത് വേണം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ പിന്നെ അവിടെ ഒരു മറു ചോദ്യമില്ല. നമുക്ക് അവർക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കാൻ, അവർക്ക് സ്നേഹത്തോടെ ഇത് പാക്ക് ചെയ്ത് കൊടുക്കാൻ എന്തൊരാനന്ദമാണെന്നറിയോ. ഇത് സത്യത്തിൽ ഇതൊരു ബിസിനസ് ആയിട്ട് കാണരുത്. ബിസിനസ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബിസിനസ്സാണ്. ബിസിനസ് ആണെങ്കിലല്ലേ, അല്ലെങ്കിൽ സെയിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലെങ്കിൽ നമ്മുടെ ഒന്നും കയ്യിൽ ഒരു വസ്തു പോലും എത്തിച്ചേരത്തില്ലല്ലോ. അപ്പം ബിസിനസ് തന്നെയാണ്. എങ്കിൽ പോലും സത്യമായിട്ട് പറയാം, എൻ്റെ ആഗ്രഹം എന്നെ പോലെ വീട്ടമ്മമാര് ഒരു മാലിന്യമില്ലാത്ത, പ്രത്യേകിച്ചും പോയിസൺ ഫ്രീ ആയിട്ടുള്ള ഈ ഏലക്ക അല്ലേ, എന്തേറെ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ ഏലക്കായൊക്കെ നിങ്ങളുടെ കയ്യിൽ ഒരു 10 കിട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നോട് ഇത് മേടിച്ച് കഴിഞ്ഞ് ചില ചോദിക്കുന്ന വെള്ളത്തിൽ കഴുകിയിട്ട് ഉണങ്ങട്ടെ. ഒരാള് കോഴിക്കോട് നിന്ന് ഒരാൾ ചോദിച്ചതാ, സോഡായും വിനാഗിരിയും ഒഴിച്ച വെള്ളത്തിൽ കഴുകി ഞങ്ങൾ ഉണങ്ങട്ടെ എന്ന്. സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി. അതാണല്ലോ അവർ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്നിലും കഴുകണ്ട. നിങ്ങൾക്ക് നേരിട്ട് ഇത് പായ്ക്കാം, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കായിരുന്നു. നിങ്ങൾക്ക് നേരിട്ട് ഇതിൽ ഓരോ കാര്യം കൃത്യമായി വായി വെച്ച് ചവച്ചില്ല. എന്താ പിന്നെ നിങ്ങൾ ചോദിക്കരുത്. അതുപോലെ ഗുണമുള്ള ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഈ ഏലക്കായ എന്ന് പറയുന്നത്.